കേസിലെ പ്രതി അല്ലെങ്കിൽ പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് എഴുതി ചേർത്താണെന്ന് CBIയുടെ പ്രാഥമിക കണ്ടെത്തലിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിനോടുള്ള ഒരു പ്രാഥമിക പ്രതികരണം എങ്ങനെയാണ്? അല്ല, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബോധ്യമുള്ള കാര്യങ്ങളുമായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബോധ്യമുള്ള കാര്യവുമായിരുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരവും ഏറ്റവും നാണം കെട്ടതുമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് സോളാർ കേസിൽ നടന്നത് എന്ന് ഇതോടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ നാണം കെട്ട ഒരു ഗൂഢാലോചന, ഇതുപോലെ ക്രൂരമായ നിന്ദ്യമായ ഒരു വേട്ടയാടൽ കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 70 വയസ്സ് പിന്നിട്ടിരുന്ന ഉമ്മൻചാണ്ടി സാർ എന്ന കേരളത്തിലെ മൊത്തം ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തെ ജീവിതാവസാനം വരെ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്നത് ഈ കള്ളക്കഥകളാണെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇതുപോലെ ക്രൂരമായ, നിന്ദ്യമായ, നാണം കെട്ട ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ ദുരന്തമാണ് സംഭവിച്ചത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. സാറിനെതിരെ നടന്നത് കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തെയും ഒരു വലിയ കറയായ ഒരു ദുരന്തമായിട്ടത് മാറിയിരിക്കുകയാണ്. സ്വന്തം മനസാക്ഷിയിലും ജനങ്ങളിലും വിശ്വാസമുണ്ടെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമാണിത് ഇങ്ങനെ ആർജവത്തോടെ പറയാൻ കാരണമെന്നും നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ വാചകങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും വാചകവും ശരിയായിരുന്നു എന്ന് ഈ വെളിപ്പെടുത്തൽ പറയാൻ. ഗണേഷ് കുമാറിന്റെ പൊതുജീവിതം തന്നെ ഉമ്മൻചാണ്ടി സാർ എന്ന മനുഷ്യന്റെ ഔദാര്യത്തിന്റെ ഫലമായിട്ടാണ് തുടരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടെ നിന്ന് ഒറ്റിയതിൽ സമാനതകളില്ലാത്ത ചരിത്രമാണ് അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നത്. ഒപ്പം നിന്ന് ഒറ്റിയ കാര്യത്തിൽ ഞങ്ങൾ ഒരു കാര്യം യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോ മന്ത്രിസ്ഥാനം കിട്ടുമോ ഇല്ലേ എന്നുള്ള ആശങ്കയിൽ ഇടതുപക്ഷത്തിനെതിരെ കയ്യടിക്ക് വേണ്ടി പറയുന്ന 1-2 വാചകങ്ങൾക്കപ്പുറത്തേക്ക് UDF-ലേക്ക് ഒരു കണ്ണെറിയാനാണ് ഗണേഷ് കുമാറിന്റെ ഭാവമെങ്കിൽ, അതിനേതെങ്കിലും നേതാവ് കാതോ കണ്ണോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നടത്തിക്കില്ല എന്ന് ആർജവത്തോടെ യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. അയാളെ UDF-ലും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളും അയാൾ ഇനി അടുപ്പിക്കരുത്. അത്ര ക്രൂരമായ തിരക്കഥയാണ്. എല്ലാ സിനിമാ കഥകളെയും വെല്ലുന്ന തിരക്കഥയാണ് ഉമ്മൻചാണ്ടി സാറിനെ തകർക്കാൻ വേണ്ടി എഴുതി ചേർക്കപ്പെട്ടത്. ഞങ്ങളുടെ ഒരു സംശയം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ CPIM-ന്റെ പങ്ക്, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്കും തീർച്ചയായിട്ടും അന്വേഷണത്തിൽ കൊണ്ടുവരണം. കാരണം ഇപ്പോ പിണറായി വിജയൻ അലങ്കരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന സ്ഥാനം, ആ സ്ഥാനം ഉമ്മൻചാണ്ടി സാറിനെതിരായി സത്യവിരുദ്ധമായി നടത്തിയ ഗൂഢാലോചനയുടെയും വ്യക്തിഹത്യയുടെയും ഭാഗമായി കിട്ടിയതാണ് എന്നുള്ള, അനർഹമായി കിട്ടിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിണറായി വിജയൻ ആദ്യമായി കിട്ടിയ മുഖ്യമന്ത്രി സ്ഥാനം അനർഹമായി കിട്ടിയതാണെന്ന് തന്നെ പറയേണ്ടി വരും. അത് കിട്ടാൻ വേണ്ടി ഗണേഷ് കുമാർ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അയാളെ ഉപയോഗിച്ച് നടത്തിയ നാടകങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിനും സംശയം വേണ്ട. മാത്രമല്ല, ഇത് CBIക്ക് വിട്ടത് ഈ ഗവൺമെന്റാണ്, പിണറായി വിജയനാണ് ഇത് CBIക്ക് വിട്ടത്. അതേ CBIയുടെ കണ്ടെത്തലുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ പേര് ആ കത്തിലൊന്നും പരാമർശിച്ചേ ഉണ്ടായിരുന്നില്ലെന്നും, പലകുറിക്കൽ പലതവണയായി എഴുതപ്പെട്ട കത്തുകളെല്ലാം ഇത്തരം തിരക്കഥകളുടെ ഭാഗമായിരുന്നുവെന്നും, PC ജോർജിനെ കൊണ്ടുപോലും നേരിട്ട് പോയി കണ്ട് കത്ത് പറയിപ്പിച്ച് സാർ അണിഞ്ഞിരുന്ന വസ്ത്രത്തിന്റെയും അവിടെ വന്ന പരാതിക്കാരിയുടെ സാറിനെ കാണാതെ പഠിപ്പിക്കാൻ വേണ്ടി ചെന്നതിനെ ഉൾപ്പെടെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതൊക്കെ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോ ഇതുപോലെ ക്രൂരമായ ഒരു വേട്ടയാടൽ, ഒരു വ്യക്തിഹത്യ, നിന്ദ്യമായിട്ടുള്ള വേട്ടയാടൽ കേരള രാഷ്ട്രീയത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത് ഉമ്മൻചാണ്ടി സാറിനെ തകർക്കുക, അദ്ദേഹത്തിന്റെ ജനപിന്തുണ തകർക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചായിരുന്നു. ഒരു ഗവൺമെന്റിനെ അവർക്ക് മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ ജനമനസ്സിൽ നിന്ന് ഉമ്മൻചാണ്ടി സാറിന് ഒരു പോറലും ഏൽപ്പിക്കാതെ കേരളത്തിന്റെ മനസാക്ഷി കാത്തു എന്ന് പറയേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിന്റെ മരണശേഷം കണ്ടത്, പുതുപ്പള്ളിയിൽ കണ്ടതെല്ലാം ഈ വ്യക്തിഹത്യകൾക്കുള്ള തിരിച്ചടി തന്നെയാണ്. LDF-ൽ നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കണം. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. UDF അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ UDF അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയതിൻ്റെ കാര്യത്തിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസിലെ നടപടിക്രമങ്ങൾ എത്രയും വേഗത്തിലാക്കി ഈ പറയുന്ന തന്ത തള്ളിപ്പറഞ്ഞ, സ്വന്തം തന്ത ബാലകൃഷ്ണപിള്ള തള്ളിപ്പറഞ്ഞ, എനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് പരസ്യമായി ബാലകൃഷ്ണപിള്ള പറയേണ്ടി വന്ന ഈ ഗണേശനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളതാണ്.
അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യനോട് ചെയ്യുന്ന ഒരു നീതി ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് തർക്കമില്ല നമുക്കാർക്കും, അല്ലേ? മരണത്തിന് ശേഷമാണെങ്കിൽ പോലും ആ മനുഷ്യനെ വേട്ടയാടിയതിന്, ആ മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇട്ടുകൊടുത്തതിന് ഞാൻ പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, ഇതിൽ ഗണേശൻ എത്രമാത്രം പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതായിട്ട് വരും. കാരണം അവരും വലിയ കളികൾ കളിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ പിച്ചി ചീന്താൻ, വേട്ടയാടാൻ മുന്നിൽ നിന്നവരുടെ കൂട്ടത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുമുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ വേട്ടയും ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളും മനസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് വലിയ ഒരു ആശങ്ക, എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ജനുവരി 11 മുതൽ ഇന്നത്തേക്ക് ഇപ്പോൾ 14 ദിവസത്തോളമായി. ഇനി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഇപ്പോൾ ജനുവരി 28 മാറ്റിയിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അയാൾ 14 ദിവസമാവട്ടെ, 20 ദിവസമാവട്ടെ, എത്രയോ ദിവസമാവട്ടെ, ഇനി 1 മണിക്കൂറാണെങ്കിൽ പോലും അയാളും ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ മറുപടി പറയിപ്പിക്കുക തന്നെ വേണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും. രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുപറ്റിയോ എന്ന് ചോദിച്ചാൽ ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുപറ്റി എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല, സംശയമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ തെറ്റുകാരനാണോ കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥത്തിലും അയാൾ തെറ്റുകാരനുമല്ല കുറ്റക്കാരനുമല്ല എന്ന് പരാതി നൽകിയ വ്യക്തിക്ക് പോലും ഉറപ്പുള്ള കാര്യമാണ്, അല്ലേ? അങ്ങനെയുള്ള ഒരു പരാതിയുടെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിനെ വേട്ടയാടിയത്, അല്ലേ? ഉമ്മൻചാണ്ടിയെ 2016 മന്ത്രിസഭയിലെത്താൻ, അധികാരത്തിലെത്താൻ വേണ്ടി പിണറായി വിജയൻ വേട്ടയാടിയതുപോലെ ഇന്ന് 2026 രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്നതും 10 വർഷങ്ങൾക്കിപ്പുറം രാഹുലിനെ വേട്ടയാടുന്നതും ഇതേ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. കാരണം 10 വർഷം ഭരിച്ചിട്ട് പിണറായി വിജയന് മുന്നിൽ വെക്കാൻ ഒരു ചുക്കുമില്ല എന്നുള്ളതാണ്. ഉള്ളതത്രയും കഴിവുകേടുകൾ, തോൽവികൾ, നിലപാടില്ലായ്മകൾ, നട്ടലില്ലായ്മകൾ, കാല് നക്കിക്കൊടുക്കലുകൾ, അങ്ങനെ ഓച്ചാനിച്ച് നിന്ന 10 വർഷം എന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനെ രേഖപ്പെടുത്തണമെന്നുള്ളതാ. ഓച്ചാനിച്ച് നിന്ന 10 വർഷം ആരുടെയൊക്കെ മുമ്പിൽ? പലരുടെയും മുമ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓച്ചാനിച്ച് നിന്ന 10 വർഷം എന്ന് ഈ 10 വർഷത്തെ രേഖപ്പെടുത്തണം. അപ്പോൾ ആ 10 വർഷം കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അധികാര തുടർച്ചയുണ്ടാവണം. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലെങ്കിൽ പിന്നെ അടുത്ത സെക്കൻഡുകൾ എന്ന് പറയുന്നത് അത് നഷ്ടങ്ങളുടെ സെക്കൻഡുകളാണ്. അതിൽ വിജയനുണ്ട്, വിജയൻ്റെ മകൻ വിവേകുണ്ട്, വിജയൻ്റെ മകൾ വീണയുണ്ട്, എല്ലാവരുമുണ്ട്. ആ നഷ്ടങ്ങളുടെ സെക്കൻഡുകൾ, സമയങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളത് പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മാക്സിമം എന്തിലേക്ക് പോകുന്നത്? അധികാര തുടർച്ചയുണ്ടാവണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതിനുള്ള കാരണം. അപ്പോൾ വിജയൻ ഒരു കാര്യം ഉറപ്പാ, 2016 അധികാരത്തിലെത്താൻ വേണ്ടി പിണറായി വിജയൻ സ്ത്രീകളെ മുന്നിൽ നിർത്തി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതേപോലെ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത്, അല്ലേ? അന്ന് ഒറ്റുകാരൻ ഗണേഷ് കുമാറാ. ആ ഗണേശൻ ഇന്ന് ചാരിത്ര പ്രസംഗവുമായി നടക്കുകയാണ്. എന്നാൽ ഈ ഗണേശൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഗണേശൻ്റെ ജീവിതം എന്ന് പറയുന്നത് വഴിവിട്ട അവിഹിതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഗണേശൻ്റെ ജീവിതം. ഇത് ഞാൻ പറയുന്നതാണോ? അല്ല. ആരൊക്കെ പറഞ്ഞു? ഗണേശൻ്റെ തന്ത പറഞ്ഞു, ബാലകൃഷ്ണപിള്ള. ഗണേശൻ്റെ മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി പറഞ്ഞു. ഗണേശൻ്റെ സഹോദരി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗണേശൻ്റെ വിശ്വസ്തരായ പലരും പറയുന്നു. ഒരു ഘട്ടത്തിൽ ഗണേശൻ്റെ കാമുകിയായ സരിതാ നായരും പറഞ്ഞു, അല്ലേ? ഗണേശൻ്റെ കാമുകി എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ വിവാഹം നടന്നില്ല എന്നേ ഉള്ളൂ. അതിനപ്പുറം ആ വിവാഹം ലീഗലി നടന്നില്ല, പക്ഷേ ബാക്കിയുള്ളതൊക്കെ നടന്നിട്ടുണ്ട്. ഗണേശൻ്റെ കുഞ്ഞിനെ പറഞ്ഞത് ആരാ? യാമിനി തങ്കച്ചിയാണോ? അതെ, യാമിനി തങ്കച്ചി പ്രസവിച്ചിട്ടുണ്ട് ഗണേശൻ്റെ കുഞ്ഞിനെ.
യാമിനി തങ്കച്ചി ഗണേശൻ്റെ ഭാര്യയായിരുന്നു. പക്ഷേ ഗണേശൻ്റെ കാമുകിയായ സരിതയും ഗണേശൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. ആ ഗണേശൻ ഇന്ന് ചാരിത്ര പ്രസംഗവുമായി നടത്തിയിറങ്ങിയിരിക്കുകയാണ്. ഇതേ ഗണേശനാണ് ഉമ്മൻചാണ്ടിയെ കാലുവാരിയത്. ആ ഉമ്മൻചാണ്ടിയുടെ പേര് വരുന്നത് എവിടെ നിന്നാ? ഈ സരിത എന്ന് പറയുന്ന ഗണേശൻ്റെ കാമുകി ജയിലിൽ നിന്ന് എഴുതിയ കത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആ കത്ത് പക്ഷേ ജയിലിൽ നിന്ന് ആ കത്ത് എഴുതി വിടുമ്പോൾ 18 പേജേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജയിൽ കവാടം കടന്നപ്പോൾ അത് 24 പേജായി മാറി എന്നുള്ളതാണ്. അല്ലേ? 24 പേജായി മാറി. പിന്നീട് അങ്ങോട്ട് ആ കത്ത്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? എല്ലാത്തിനു പിന്നിലും ഗണേശനായിരുന്നു. ആ ഗണേശൻ ഇന്ന് രാഹുലിനെതിരെ ഉറഞ്ഞു തുള്ളി നടക്കുകയാണ്. ഗണേശന് ഇപ്പം ചില കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന തിരിച്ചടികളെക്കുറിച്ചും ഗണേശന് ഇപ്പോൾ നല്ല ബോധ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗണേശനെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യൻ, അയാൾ ജന്മം നൽകിയ മകനല്ല ഗണേശൻ. ഇവൻ ഒരു രക്തബന്ധവുമില്ല. പക്ഷേ ഉമ്മൻചാണ്ടി തൻ്റെ മക്കളെപ്പോലെ സ്നേഹിച്ച ഒരാളായിരുന്നു ഈ ഗണേശൻ എന്ന് പറയുന്നത്. ആ മനുഷ്യന് എല്ലാവരോടും സ്നേഹമായിരുന്നു. ആ കൂട്ടത്തിൽ തൻ്റെ മക്കളെപ്പോലെ അയാൾ ആവോളം സ്നേഹിച്ച വ്യക്തിയാണ് ഈ ഗണേശൻ. കൂടെ നിന്ന് കുത്തിയ വ്യക്തി. അല്ലേ? പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയിൽ എത്തുന്നത് പോലും ആ മനുഷ്യൻ്റെ പച്ചയിറച്ചി തിന്നിട്ടാണ് എന്നുള്ളതാ. കാലം ഇതിനൊന്നും മറുപടി പറയാതെ അവസാനിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ഒരുത്തി കിടപ്പുണ്ട് വെല്ലൂരിലെ ആശുപത്രിയിൽ, പുഴുവരിച്ച് പുഴുത്ത് നാറിയിട്ട് കിടപ്പുണ്ട്. എന്താണ് കാര്യം? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ വേട്ടയാടാൻ മുന്നിൽ നിന്നതാ. ഗണേശൻ്റെ കാമുകിയായിരുന്നു. ആ മനുഷ്യന് മരണപ്പെട്ടു പോയി. അല്ലേ? അയാളോട് ഈ കാലം പോലും നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. പക്ഷേ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. ഇതാണ് ഗണേശൻ, ഇതാണ് പിണറായി വിജയൻ. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഞാനത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിലും വലിയ ഭീകരമായ ആക്രമണമായിരുന്നു മാധ്യമങ്ങളിൽ ഉമ്മൻചാണ്ടിക്കെതിരെ. വലിയ മാധ്യമ വിചാരണയായിരുന്നു. അതിനെ വെല്ലുന്ന രീതിയിലുള്ള മാധ്യമ വിചാരണ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുകയാ. അയാൾ ജയിലിൽ കിടക്കുകയാ. നാളെ ഇതിന്റെ വിചാരണയും ട്രയലും ഒക്കെ കഴിഞ്ഞ് കോടതി പറയാ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെന്ന് പറയുമ്പോൾ അന്ന് ഈ മാപ്രകൾക്കും ഈ വേട്ടക്കാർക്കും എന്താണ് പറയാനുണ്ടാവുക? അതിന് മറുപടി പറയണ്ടേ? അയാൾ അനുഭവിച്ചതിനൊക്കെ മറുപടി പറയാതെ ഈ കാലം അവസാനിക്കുന്നത് അത് ശരിയുള്ളതാണോ? അല്ല, ഒരിക്കലുമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ലേ? അയാളുടെ ജീവിതം തന്നെ നശിപ്പിച്ചില്ലേ ഇപ്പോൾ? അയാൾക്കുണ്ടായ എന്തൊക്കെ വേദനകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പരാതി വരുന്നു. ആ പരാതിയിന്മേൽ ഇത് പ്രഥമ ദൃഷ്ട്യാ ഇതിൽ വല്ല കഴമ്പുമുണ്ടോ, ഒരൊറ്റ നോട്ടത്തിൽ ഉണ്ടോ എന്ന് പോലും നോക്കാതെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന് വളരെ വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അത് ലഭിക്കുമോ? ഇതിനൊക്കെ ആരാ മറുപടി പറയുക? കേരളത്തിലെ മാപ്രകൾ എല്ലാം കൊണ്ടുപിടിച്ച് ആഘോഷിക്കുന്ന ആളുകൾ ഇവരെപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹാമനുഷ്യനോട് ക്ഷമ ചോദിക്കാൻ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? വേട്ടക്കാരുടെ കൂട്ടത്തിൽ ഇവരും ഉണ്ടായില്ലേ? ഇതേ അവസ്ഥ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ മറുപടി കാലം ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പല രീതിയിലായിരിക്കാം. ചിലർ പുഴുവരിച്ച് പുഴുത്ത് നാറി അവസാനിക്കാൻ ചിലരുടെ യോഗം. അങ്ങനെ പല രീതിയിൽ വരുന്നതിടത്ത് കാലം എല്ലാത്തിനും സാക്ഷിയാണ്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ളതേ പറയാനുള്ളൂ. പക്ഷേ നഷ്ടങ്ങൾ അത്രയും ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. ഈ നഷ്ടവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് മാത്രമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല.